ഹലോ കുട്ടീസ്, ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തെ ഒരു വ്ലോഗ് കണ്ടാലോ? വൈകുന്നേരം ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാനും മോനും അമ്മയും അച്ഛനും കൂടെ ഇറങ്ങിയതാണ് കേട്ടോ. ഇതിന് മുന്നേ നാട്ടിലുണ്ടായിരുന്ന സമയത്തെല്ലാം നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ട് ഘോഷയാത്രയിൽ പങ്കെടുത്തിട്ട് തിരിച്ച് അങ്ങോട്ട് പോകാറാണ് കേട്ടോ പതിവ്. ഇത്തവണ അമ്മയ്ക്കും അച്ഛനും എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത്രയും ദൂരം നടക്കാനായിട്ട് പറ്റിയില്ല. അപ്പം നമ്മളിതേ മാങ്കുഴിക്കോല വന്ന് ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഘോഷയാത്ര എത്തി. പിന്നെ കുടുക്കപ്പാറയിൽ നിന്ന് വേറൊരു ഘോഷയാത്രയും കൂടെ വന്ന് ഇത് രണ്ടും കൂടെ യോജിച്ചിട്ടാണ് കേട്ടോ മേലരിക്കൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഏകദേശം 10-12 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു ഘോഷയാത്രയ്ക്ക് പങ്കെടുക്കുന്നത്. ഇതിനിടയ്ക്ക് പഠനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിതൊന്നും കൂടാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ഇത്തവണ ചെണ്ടമേളവും വാദ്യഘോഷങ്ങളും ആഘോഷങ്ങളും ഒക്കെ ആയിട്ടും ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് നമുക്കും പങ്കെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മോനുണ്ടായിട്ട് അവനും ഇത്തരം കാര്യങ്ങളൊന്നും പങ്കെടുത്തിട്ടില്ല. കൃഷ്ണവേഷം കെട്ടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവൻ അതിനൊന്നും സമ്മതിക്കുന്നൊരു പ്രകൃതി അല്ല കേട്ടോ. അവനെല്ലാം വലിച്ചൂരിക്കളയും കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് എന്താ പറയുക വേഷം കെട്ടിച്ചില്ല. കുട്ടിക്കാലത്ത് ഞാനും അനിയത്തിയൊക്കെ ഒരുപാട് കൃഷ്ണവേഷം രാധവേഷം ഒക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഓർക്കുമ്പോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെമ്മറി. എന്താ പറയുക, അങ്ങനെ നമ്മൾ വന്നു ഘോഷയാത്ര അമ്പലത്തിലേക്ക് പുറപ്പെടാനായിട്ട് എല്ലാവരും താലപ്പൊലിയൊക്കെ ആയിട്ട് നിന്നു കേട്ടോ. അങ്ങനെ നമ്മൾ താലമൊക്കെ ആയിട്ട് നേരെ മെല്ലെ മെല്ലെ നടന്ന് അമ്പലത്തിലേക്ക് പോകണം കേട്ടോ. കുറച്ച് നടക്കാനേ ഉള്ളൂ, പക്ഷേ ഇടസമയത്തുള്ള ആ ഒരു പ്രാർത്ഥനയും ഘോഷയാത്രയുടെ ഈ ഒരു അന്തരീക്ഷം, ഈ ഒരു താലപ്പൊലിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് അമ്പലത്തിൽ ഈ ദീപമൊക്കെ എത്തുമ്പോൾ ഒരു നല്ല എന്താ പറയുക ഭഗവാന്റെ പ്രതീതിയുള്ളൊരു ഗന്ധമൊക്കെ വരില്ലേ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് നടന്നു. അമ്പലത്തിൽ ചെന്ന് ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അമ്പലത്തിൽ നിന്ന് അവിൽ പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം മോനാണെങ്കിൽ കുറേ നേരം നടന്ന് ക്ഷീണിച്ചുകൊണ്ട് അവൻ അവിടെ ഇരുന്ന് തന്നെ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരുപാട് നേരം ഭഗവാനോട് നടന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ ഉറിയടിയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അത്രയും രാത്രി അവിടെ ഒരുപാട് നേരം നിൽക്കാനായിട്ട് പറ്റില്ല. മോന് വഴക്കുണ്ടാക്കാൻ തുടങ്ങും, അതുകൊണ്ട് നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. കുറച്ചൊക്കെ പരിപാടികൾ കണ്ടു കേട്ടോ. ഒരുപാട് ആളുകളുണ്ടായിരുന്നു അമ്പലത്തിൽ. ഇത്രയും ആളുകൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ രാത്രിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോരാറായപ്പോഴേക്കും അവിടെ എല്ലാവരും പറഞ്ഞു ഉറിയടി മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൃഷ്ണവേഷമോ രാധവേഷമോ കെട്ടിയവരുടെ പരിപാടി ഡാൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഉറിയടി മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഉറിയടിയൊക്കെ കണ്ട് അതൊക്കെ കഴിഞ്ഞ് മെല്ലെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഒരുപാട് ലേറ്റ് ആയിട്ട് നമുക്ക് അങ്ങ് എത്താനായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ഓട്ടോയ്ക്കാണ് തിരിച്ചു പോയത്. അപ്പോൾ ഇന്നത്തെ മെമ്മറി എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണന്മാരും രാധന്മാരെയൊക്കെ ഇങ്ങനെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ വല്ലപ്പോഴും കാണുന്നത്, നമ്മൾ പുറത്ത് ഗൾഫിലൊക്കെ ജീവിക്കുന്നവർ ഇതൊക്കെ വല്ലപ്പോഴും കാണുന്നതുകൊണ്ട് ഇതിനോട് പ്രത്യേക ഒരു എന്താ പറയുക ഇഷ്ടം തോന്നും. എനിക്കങ്ങനെയാണ്. കാരണം നമുക്ക് ഈ ഒരു ഹൈന്ദവ ആചാരങ്ങളൊന്നും നമ്മൾ ജീവിക്കുന്ന ആ ഒരു കൺട്രിയിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതൊക്കെ വളരെ റെയറായിട്ട് കാണാൻ കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊന്നും മാക്സിമം നമ്മൾ മിസ്സാക്കാറില്ല. നാട്ടിൽ വന്ന സമയത്ത് ഇതൊന്നും കൂടാൻ പറ്റാറില്ല. കാരണം ഇതിനനുസരിച്ചൊന്നും നമുക്ക് വെക്കേഷൻ കിട്ടാറില്ലല്ലോ, അതാണ് പ്രശ്നം. വെക്കേഷനുള്ള സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു സ്വഭാവം വെച്ച് എനിക്ക് ഇങ്ങനത്തെ അമ്പല കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. എത്രയാണെന്നും ഭഗവാനെ വിട്ടൊരു കളിയില്ല എന്ന് പറയുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാലും ഇന്നത്തെ ഒരു വൈബ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മനസ്സിന് എന്നത്തേലും പോലെ ഓർമ്മയിൽ നിൽക്കാവുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള എല്ലാ ന്യൂജൻ കുട്ടികളോടും പറയാനുള്ള കാര്യം ഇതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ എന്താ പറയുക താല്പര്യത്തോടെ പങ്കെടുക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് നാളേക്കുള്ളൊരു നല്ല മെമ്മറി ആയിരിക്കും. ഒരിക്കലും ഭഗവാന്റെ ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ എന്താ പറയുക പങ്കെടുക്കാതെ നിൽക്കരുത്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാവുന്ന നല്ല നല്ല ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആവുന്ന എനിക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ മെല്ലെ ഓട്ടോയിൽ കയറി അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.